ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അറബി നാട്ടിൽ നിന്നൊക്കെ വന്നൊരു സ്നാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഫലാഫിൽ. അപ്പം ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മളൊന്ന് വെള്ളക്കടല മറക്കാതെ കുതിർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കടല നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പാസ്ലി ലീവ്സും കൊറിയാണ്ടർ ലീവ്സും ആണ്. അപ്പോൾ പാസ്ലി ലീവ്സ് നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു മല്ലിയില കൊണ്ട് മാത്രം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കടലയെല്ലാം കഴുകി ഊറ്റി വെള്ളമൊന്നും ഇല്ലാതെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മിക്സിയുടെ ജാറിലിട്ട് നിങ്ങൾ അരച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു കുഞ്ഞ് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഇലകളും എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട, നല്ല തരിതരിപ്പോട് വേണം നമ്മളിതൊന്ന് അടിച്ചെടുക്കാൻ. അപ്പം ജസ്റ്റ് നമ്മൾ 1-2 ബാച്ചായിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. മാത്രമല്ല ഒത്തിരി അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഈ കാണുന്ന പരുവത്തിൽ വേണം ഒന്ന് അടിച്ചെടുക്കാൻ. അപ്പോൾ കടലയുടെ ചെറിയ ചെറിയ പീസസ് ഒക്കെ തന്നെ അതിലുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ആ ഒരു തരിതരിപ്പോടെ നമ്മളെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന മുളക് പൊടിയാണ്. ഒരു ചെറിയ സ്പൂണിൽ നമ്മൾ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും നമ്മളൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 2-3 പച്ചമുളക് ഒന്ന് ചതച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക എന്നുള്ള പരിപാടിയാണ്. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇത് സിമ്പിൾ വീഡിയോ ആണ്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ തോന്നുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ. മാത്രമല്ല നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ 1 മണിക്കൂറൊന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് പുറത്തെടുത്തിട്ട് നമ്മുടെ ഫലാഫിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഇപ്പോൾ 1 മണിക്കൂറൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് പുറത്തെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഫലാഫിൽ നല്ല ഷേപ്പിലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ചൂട് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷേപ്പിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു ബോളുകളാക്കി ഒന്ന് കൈയുടെ വെള്ളയിൽ വെച്ച് എടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് കട്ടി വേണ്ട. നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ, അപ്പോൾ അല്ലെങ്കിൽ പരിപ്പടയ്ക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പം ഒരുമിച്ചൊരു 3-4 എണ്ണം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ഒരുമിച്ചൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ചൂടെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ മാവൊക്കെ ഫ്രിഡ്ജിലും കൂടെ ഒന്ന് വെച്ചിരുന്നത് കൊണ്ട് കറക്റ്റായിട്ട് എല്ലാം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. മാത്രമല്ല ഇത് ഭയങ്കര ഹെൽത്തിയും കൂടെയാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ട് സാൻഡ്വിച്ചൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഇത്. കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ റെസിപ്പി കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണിത്. അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ ഫലാഫിൽ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് തിരിച്ചു മറിച്ച് വിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫലാഫിലെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഈ ഒരു റംദാൻ മാസത്തിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഒന്ന് കമൻറ്റും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.